ഇനി നമുക്ക് 3 നമ്പർ വന്നാൽ 3 ഫ്രാക്ഷൻ നമ്പർ വന്നാൽ എങ്ങനെയാണ് ആഡ് ചെയ്യാൻ നോക്കാം. നേരത്തെ 2 എണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണത്തിൻ്റെ എഡീഷനും സബ്ട്രാക്ഷനും നോക്കി അത് സെയിം ഡിനോമിനേറ്റർ ആയാലും ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ ആയാലും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് 3 എണ്ണം അതുകൂടി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിയും. ഓക്കെ, 1/2, 2/3, 3/5, അതായത് 3 സംഖ്യ. ഇത് നമ്മളിപ്പോൾ ക്രോസ് മൾട്ടിപ്പിളിൽ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് LCM മെത്തേഡിൽ ചെയ്യാം. ഇത് താഴത്തെ 2, 3, 5 ഇതിൻ്റെ LCM എടുക്കാം. 2, 3, 5ൻ്റെ LCM നിങ്ങൾക്കത് ചെയ്ത് നോക്കാം, അറിയായിരിക്കുമല്ലോ. 2, 3, 5 എന്ന് പറയുമ്പോൾ അതിൻ്റെ LCM 30 വരും. 30 വരിക. LCM വരുവാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 30. ഓക്കെ, എന്നിട്ട് ഈ 30 കൊണ്ട് എല്ലാ സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 30, ഇൻറ്റു 30, ഇൻറ്റു 30. അതായത് താഴത്തെ സംഖ്യയുടെ LCM എടുത്തു. ആ LCM കൊണ്ട് 3 നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ? 230ൽ 15 ടൈംസ്. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 15 വരും. പ്ലസ് ഈ 330ൽ 10 ടൈംസ് 2 ഇൻറ്റു 10 വരും അല്ല. പ്ലസ് 530ൽ 6 ടൈംസ്, അപ്പോൾ 6 ഇൻറ്റു 3 വരും അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 15 15 പ്ലസ് 20 പ്ലസ് 18 ബൈ 30. ഇത് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, നോക്കി 2, 4, 5 അല്ലേ. 3, 4, 5 അപ്പോൾ 53/30 എന്ന് വരും. ഓക്കെ, ഒന്നുമില്ല. താഴത്തത് നിങ്ങൾക്ക് LCM എടുക്കുക. LCM എടുത്തതിന് ശേഷം ആ LCMനെ 3 സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? അത് സിമ്പിളാണെന്നൊന്നുമില്ല. LCM എടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാകും തോന്നുന്നു. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ പറയാം. ഓക്കെ, വേറെ എക്സാമ്പിളൊന്നും ചെയ്യാം. 1/3, 2/7, 3/2 അല്ലേ. 1/3, 2/7, 3/2. ഇതിൻ്റെ LCM എടുക്കുക. LCM എത്ര വരാം? 7 വരുമ്പോൾ 42 വരും അല്ലേ. 42 വരും LCM വരും. ഓക്കെ, 42 LCM വരും കേട്ടോ. ഇതിൻ്റെ 42 എടുത്ത് എന്നിട്ട് ഈ 42 കൊണ്ട് എല്ലാവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. 42 ഇൻറ്റു 42. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്താൽ മതിയേ. 3, 12ൽ 4, 1 ഇൻറ്റു 14 വരും. 7 ആകുമ്പോൾ 6 വരും. 6 ഇൻറ്റു 2 12 വരും. 21 വരും അല്ലേ. ഓക്കെ, 3 ആഡ് ചെയ്തിടാം. 5, 4, 9, 7, 8. ഓക്കെ, 89/42. ഒന്നുമില്ല. താഴത്തതിൻ്റെ LCM എടുത്തു. ആ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ക്യാൻസലേഷൻ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കുമല്ലേ, അതുകൊണ്ടാണ് സ്പീഡിൽ ചെയ്തത്. ഓക്കെ, 6 കറക്റ്റിനല്ലേ ആൻസർ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നോക്കിയത് എഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി. ഓക്കെ, ഇതിപ്പം നടുവിലിപ്പം മൈനസാണ് വരുന്നതെങ്കിൽ അതേപോലെ മൈനസ് ഇട്ടാൽ മതി. ഇവിടെ ഇപ്പം പ്ലസ് ഇട്ടാൽ തന്നെ ഇവിടെ മൈനസ് ഇട്ടാൽ മതി കേട്ടോ. 3 എണ്ണം വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.